കൊതുക് കാളയെ പോരിനു വിളിച്ചു. ആദ്യമൊക്കെ അവഗണിച്ചെങ്കിലും ഒരു ദിവസം കാള സമ്മതം മൂളി. നിശ്ചയിച്ച സമയത്ത് വലിയ ആൾക്കൂട്ടത്തിന് മുൻപിൽ അവർ രണ്ടുപേരുമെത്തി. മൈതാനം നിറഞ്ഞപ്പോൾ കൊതുക് വിളിച്ചു പറഞ്ഞു, യുദ്ധത്തിനുള്ള എൻ്റെ ക്ഷണം ഈ കാളക്കൂറ്റൻ സ്വീകരിക്കണമെങ്കിൽ അതിനർത്ഥം ഞാനും ഇവനൊപ്പം ശക്തിയുള്ളവനാണ് എന്നതാണ്. ഞാൻ യുദ്ധം ജയിച്ചിരിക്കുന്നു. എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കരുത്. ഒരാൾ എന്തിനെയൊക്കെ എതിരിടുന്നു എന്നറിഞ്ഞാൽ അയാളുടെ നിലവാരം പിടികിട്ടും. വെല്ലുവിളികൾ പലതരമുണ്ട്. തന്നേക്കാൾ മുകളിലുള്ളവരെ തകർക്കണമെന്ന ചിന്തയുള്ളവർ നടത്തുന്ന വെല്ലുവിളികളാണ് ആദ്യത്തേത്. പകയുടെയും ചതിയുടെയും കെണികൾ ഒരുക്കിയാകും അവർ പോർവിളി നടത്തുക. അത്തരം ആഹ്വാനങ്ങൾ ഏറ്റെടുക്കുന്നത് അപകടകരമാണ്. ഇടിച്ചു താഴ്ത്താനും പരിഹസിക്കാനും യുദ്ധാഹ്വാനം നടത്തുന്നവരുമുണ്ട്. തങ്ങൾ ജയിക്കണമെന്നതിനേക്കാൾ എതിരാളിയുടെ വില നശിപ്പിക്കണമെന്നേ അക്കൂട്ടർക്കുള്ളൂ. അവരോട് മത്സരിച്ചാൽ ചെളി പറ്റുകയും ദേഹത്ത് നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന പോരാളികളും അവർ നടത്തുന്ന ധീരമായ വെല്ലുവിളികളുമുണ്ട്. അത്തരം പന്തയങ്ങൾക്ക് മത്സരക്ഷമതയും ക്രിയാത്മകതയും ഉണ്ടാകും. അവയിൽ പങ്കെടുത്താൽ ജയിച്ചാലും ഇല്ലെങ്കിലും അഭിവൃദ്ധിയും ആത്മസംതൃപ്തിയും ഉണ്ടാകും. ഓരോ മത്സര പ്രക്രിയയും പുതിയ പാഠങ്ങളും അനുഭവങ്ങളും പകരും. ഏതു വെല്ലുവിളികളാണ് അവഗണിക്കേണ്ടതെന്നും ഏതാണ് സ്വീകരിക്കേണ്ടതെന്നുമുള്ള തിരിച്ചറിവാണ് ആരോഗ്യകരമായ പോർമുഖങ്ങൾ തുറക്കുന്നത്. എല്ലാ കളികളും ജയിക്കാനാകില്ല. യഥാർത്ഥ മത്സര സ്വഭാവമുള്ളതിൽ മാത്രമേ ജയസാധ്യതയുള്ളൂ. ചില മത്സരങ്ങൾ തങ്ങൾക്ക് ജയിക്കാൻ ആരൊക്കെയോ സംഘടിപ്പിക്കുന്നതാണ്. അവിടെ ജയം അവർക്ക് മാത്രമായിരിക്കും. ഇതിൻ്റെ ഭാഗമാകുന്നത് എന്തിനാണ്? ഇളുഭ്യരാകുമെന്നതു മാത്രമാണ് ആത്യന്തിക ഫലം. അഹംഭാവികളെ കാണുമ്പോഴേ തിരിച്ചറിയണം. അവർ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കും. അവരുടെ യുദ്ധങ്ങളെല്ലാം ഒളിപ്പോരുകളായിരിക്കും. ഉള്ളതിലധികം വീര്യവും ശൗര്യവും പ്രകടിപ്പിക്കുന്നവർക്കെല്ലാം എന്തെങ്കിലും ഒളിക്കാനുണ്ട്, അല്ലെങ്കിൽ കൃത്രിമമായി എന്തെങ്കിലും പ്രദർശിപ്പിക്കാനുണ്ട്. അത്തരക്കാരോട് ഏറ്റുമുട്ടിയാൽ ആത്മബലം നശിക്കുകയേയുള്ളൂ.